ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ട് അനേക സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തിനാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും ഉത്കണ്ഠാകുലയും വ്യാകുലചിത്തയും ഒക്കെ ആകുന്നത് പലപ്പോഴും ഭവനങ്ങളിലെ അമ്മമാരാണ്. തങ്ങളുടെ മക്കളുടെ വളർച്ചയും മക്കളുടെ ഭാവി ജീവിതവും ഒക്കെ ഒത്തിരിയധികം സ്വപ്നം കാണുകയും മക്കളെക്കുറിച്ച് ഒത്തിരിയധികം ആഗ്രഹപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ അമ്മ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണവും മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി തീർത്ഥയാത്ര ചെയ്യുന്ന തൻ്റെ മക്കളുടെ ആത്മീയ ജീവിതം ഒരുപടി കൂടി ഒന്ന് കരുപ്പിടിപ്പിക്കുവാൻ, മക്കളെ ആത്മീയമായി ഉണർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പരിശുദ്ധ അമ്മ എന്തിനാ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഒരിക്കൽ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ സിസ്റ്റർ നത്താലിയായിക്ക് കൊടുത്ത ഒരു സന്ദേശം ഇതാണ്. സിസ്റ്റർ നത്താലിയോയുടെ ഈശോ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ കരുണയെക്കുറിച്ചും അതുപോലെ പാപമാർഗം ഉപേക്ഷിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചും ആഴമായി അനുദപിക്കുന്നതിനെക്കുറിച്ചും മാനസാന്തരപ്പെട്ടൊരു ജീവിതം നയിക്കേണ്ടതിനെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എല്ലാ തലമുറകളിലുമുള്ള ജനതകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നു, എനിക്ക് ഒരു രൂപവും ഒരു പുടവയും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതരുത്. കാരണം ആദ്യം മുതലേ ഞാൻ എല്ലാ തലമുറകളിലുമുള്ള വ്യക്തികളുടെ മുമ്പിൽ അല്ലെങ്കിൽ എല്ലാ തലമുറകൾക്കും വേണ്ടി സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലുമുള്ള ജനങ്ങളോട് അവരവരുടെ ഭാഷകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പുത്രൻ്റെ സുവിശേഷം എല്ലാ ജനതകളിലും എത്തിച്ചേരണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, സ്വർഗീയ ആശയങ്ങളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ നിറയപ്പെടുവാൻ അവരെ പോലെ തന്നെ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അവരെ കൂടുതൽ എളുപ്പത്തിൽ സഹായിക്കും എന്ന്. പ്രിയമുള്ളവരെ, വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലും പരിശുദ്ധ അമ്മ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ കാരണം ഇതാ, സ്വർഗീയ ആശയങ്ങളോടുള്ള സ്നേഹം മക്കളായ നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സ്വർഗത്തിലെ അമ്മ നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എത്രമാത്രം ഉത്സുകയാണ് എന്ന് വിവിധ സ്ഥലങ്ങളിലെ പ്രത്യക്ഷീകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിയയിൽ 1981 മുതൽ 6 കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് തന്നെ വെളിപ്പെടുത്തിയത് ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞി എന്നാണ്. സമാധാനം വിതയ്ക്കുന്ന ഒരമ്മയായി അവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ 5 കല്ലുകൾ നൽകുകയാണ്, 5 ആയുധങ്ങൾ നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ തിന്മയെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനസമൂഹത്തിന് എതിരായിട്ട് നിന്ന, അവരെ നാശം കണ്ട് അവരെ നശിപ്പിക്കുവാനായിട്ട് യുദ്ധമുഖത്ത് നിന്ന ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് കുഞ്ഞ് ദാവീദ് കടന്നു ചെല്ലുന്നതായിട്ട്. ആ ദാവീദിൻ്റെ കരങ്ങളിലുണ്ടായിരുന്നത് 5 കല്ലുകളാണ്. ഒരു കല്ലും കവണയും ഉപയോഗിച്ച് ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തുന്ന ദാവീദിനെ നമ്മൾ അവിടെ കണ്ടുമുട്ടുകയാണ്. ഈ മെഡ്ജുഗോറിയെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയും തൻ്റെ മക്കൾക്ക് പ്രതിരോധത്തിനായിട്ട് അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിലെ തിന്മയെ നേരിടുവാൻ നമ്മുടെ കരങ്ങളിലേക്ക് 5 കല്ലുകൾ വെച്ച് നൽകുന്നുണ്ട്. അമ്മ മെഡ്ജുഗോറിയയിൽ വെച്ച് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഒന്നാമതായി ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ വെച്ച് തരുന്ന ആയുധം പ്രാർത്ഥനയാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞു മക്കളോട്, മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിറയപ്പെടും. ആ സ്നേഹത്തിൻ്റെ നിറവിൽ എൻ്റെ മക്കൾക്ക് ജീവിക്കാനാവും. അപ്പോൾ ഹൃദയം കൊണ്ട് നിറഞ്ഞ ഒരു പ്രാർത്ഥനയെക്കുറിച്ച്, ആ പ്രാർത്ഥനയാണ് ഈ ലോക ജീവിതത്തിലെ തിന്മയെ നേരിടുവാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് അമ്മ അവിടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വെച്ചു.
ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത സന്ദേശം മെഡ്ജുഗോറിയയിലെ അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകം മുഴുവനിലും ഉള്ള നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടാണ് അമ്മ ഈ ഒരു ആയുധത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത്. വീണ്ടും രണ്ടാമതായിട്ട് അമ്മ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടിയ അല്ലെങ്കിൽ നമുക്ക് നൽകിയ ആയുധം എന്ന് പറയുന്നത് ഉപവാസമാണ്. അമ്മ പറഞ്ഞു, മോശമായ പ്രവൃത്തികൾ ഉപേക്ഷിക്കണം, മാധ്യമങ്ങളുടെ മ്ലേച്ഛമായിട്ടുള്ള ഉപയോഗങ്ങൾ നിങ്ങൾ പാടെ നിരോധിക്കണം അല്ലെങ്കിൽ ഉപേക്ഷിക്കണം, തിന്മയുടെ വ്യാപാരങ്ങളും വിട്ടുപേക്ഷിക്കണം. അതിന് ഉപവാസം അത്യന്താപേക്ഷിതമാണ്. ചെറുതും വലുതുമായ ഉപവാസ പ്രാർത്ഥനകൾ സാത്താനെതിരെ പോരാടാനുള്ള വലിയൊരു ആയുധമാണെന്ന് അമ്മ പറഞ്ഞു വെക്കുകയാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, ചില പാപങ്ങൾ അല്ലെങ്കിൽ ചില തിന്മയുടെ ശക്തികൾ നമ്മളെ വിട്ടുപോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും അത്യന്താപേക്ഷിതമാണെന്ന് അമ്മ വീണ്ടും കർത്താവിൻ്റെ ഈ വാക്കുകൾ ഒന്നും കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കണം. തിന്മയ്ക്കെതിരെ പോരാടുവാൻ അല്ലെങ്കിൽ ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ, മദ്യപാനവും ജഡികാസക്തികളും ഉപേക്ഷിക്കുവാൻ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപകൾ വന്ന് നിറയും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അഹങ്കാരത്തിൽ നിന്നുള്ള വലിയ മോചനം ലഭിക്കും എന്ന് അമ്മ പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും മൂന്നാമതായിട്ട് അമ്മ നമുക്ക് നൽകുന്ന ആയുധം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അമ്മ പറഞ്ഞു, പരിശുദ്ധ കുർബാന വെറും ഒരു അനുഷ്ഠാനമല്ല. പരിശുദ്ധ കുർബാന വെറും ഒരു അനുഷ്ഠാനമല്ല, അത് ഒരു രഹസ്യവും ദൈവത്തിൻ്റെ സമ്മാനവുമാണ്. പ്രിയമുള്ളവരെ, സമ്മാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു സമ്മാനം കിട്ടുക എന്ന് പറയുമ്പോൾ കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, പരിശുദ്ധ കുർബാന ഒരു സമ്മാനമാണ്. പരിശുദ്ധ കുർബാന ഒരു സമ്മാനമാണെങ്കിൽ ഈ സമ്മാനം നമ്മെ രൂപാന്തരപ്പെടുത്തും എന്ന് അമ്മ പറയുക. ഇന്ന് ഞാനും നീയും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാളെ ഞാനും നീയും എന്തായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവമായ കർത്താവ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മെ രൂപാന്തരപ്പെടുത്തും എന്ന് അമ്മ പറഞ്ഞു വെച്ചു. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുവാനും പരിശുദ്ധ കുർബാനയോട് ചേർന്നുള്ളൊരു ജീവിതം നയിക്കുവാനും അമ്മ നമ്മളെ ആഹ്വാനം ചെയ്യുക. കാരണം നിത്യത നോക്കി ജീവിക്കുന്ന നമ്മളുടെ ഓരോരുത്തരെയും രൂപാന്തരീകരണം മുന്നിൽ കണ്ടുകൊണ്ട് നാം ഓരോരുത്തരും സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ പരിശുദ്ധ കുർബാന നമ്മുടെ ചങ്കോട് ചേർത്ത് പിടിക്കണമെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അമ്മ പറഞ്ഞ കാര്യം ഇതാണ്, ദൈവവചനമാണ് അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് തരുവാനുള്ള ആയുധം. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ അനേക പ്രചരണങ്ങൾ, അനേക പഠനങ്ങളൊക്കെയും ഇന്ന് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ പറയുകയായിരുന്നു, ഇപ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയധികം പഠനങ്ങളൊക്കെ കേട്ട് സഭയിൽ നിന്നും സഭാ അധികാരികളിൽ നിന്നുമൊക്കെ അകന്നു പോകുവാൻ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കേട്ട ഈ ഒരു വചനം എന്നെ സഭാത്മക ജീവിതത്തിലേക്ക് എന്നെ ചേർത്ത് വെച്ചു എന്ന്. പ്രിയമുള്ളവരെ, അമ്മ പറഞ്ഞു വെക്കുകയാണ്, തെറ്റായ പഠനങ്ങളും ബോധ്യങ്ങളും നമ്മളെ വഴിതെറ്റിക്കുമ്പോൾ, ലോകത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുന്നവര് നമ്മളെ തെറ്റായ ബോധ്യങ്ങളിലൂടെ നയിക്കുമ്പോൾ ദൈവവചനമാണ് നമുക്ക് മാർഗദർശനം നൽകുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ വചനം ചങ്കോട് ചേർത്ത് പിടിക്കുവാൻ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. സത്യമെന്തെന്നറിയുവാൻ, സത്യത്തിൻ്റെ പൂർണ്ണതയെ ജീവിക്കുവാൻ, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ദൈവവചനത്തെ ചങ്കോട് ചേർത്ത് പിടിക്കണം. ദൈവവചനം നിങ്ങൾ വായിക്കണം, ദൈവവചനം നിങ്ങൾ ധ്യാനിക്കണം, ദൈവവചനം നിങ്ങൾ പഠിക്കണം. ശരിയായിട്ടുള്ള സത്യം എന്തെന്ന് വചനം നിങ്ങളെ പഠിപ്പിക്കും. ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ വചനം നിങ്ങൾക്ക് നൽകും. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, വചനത്തിൻ്റെ വിളനിലമായി നമ്മുടെ ഹൃദയങ്ങൾ മാറ്റപ്പെടുവാനായിട്ട് അമ്മ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അഞ്ചാമതായിട്ട് അമ്മ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ആയുധം എന്ന് പറയുന്നത് വിശുദ്ധ കുമ്പസാരമാണ്. നമുക്കറിയാം, വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ഒത്തിരിയധികം തെറ്റായ ബോധ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
നമ്മളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ചിന്തയുണ്ടാവാം, ഞാൻ എന്ത് പാപമാണ് ചെയ്യുന്നത്, എനിക്കൊരു പാപം പോലും ഇല്ലല്ലോ എന്ന്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ലോകത്തിൽ നീതിമാനായി ഒരുവൻ പോലും ഇല്ല എന്ന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അമ്മ പറയുകയാണ്, ഈശോയുടെ തിരുരക്തത്താൽ എല്ലാ മക്കളും മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരക്കൂട്ടിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് എന്ന്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ അമ്മ എന്നോടും നിന്നോടും പറയുന്ന, നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യം ഇതാണ്. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈശോയുടെ തിരുരക്തത്താൽ നമ്മൾ കൗദാശിക സാന്നിധ്യത്താൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടണം. പാപമാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മോചിതരായി തീരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് അമ്മ പറഞ്ഞു വെക്കുകയാണ്. പാപത്താൽ കലുഷിതമായ ഈ ലോകത്തിൽ അമ്മ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടിയിരിക്കുന്ന ഈ 5 രത്നക്കല്ലുകൾ കരങ്ങളിലെടുക്കുവാൻ, തിന്മയ്ക്കെതിരെ പോരാടുവാൻ, ദാവീദിനെ പോലെ ഗോലിയാത്തിനെതിരെ പോരാടുവാനുള്ള വലിയൊരു ആഹ്വാനവുമായിട്ടാണ് പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിയയിൽ വന്നിരിക്കുന്നത്. മെഡ്ജുഗോറിയയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്, ലോകത്തിൻ്റെ കുമ്പസാരക്കൂട്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ ആ സ്ഥലം ലോകത്തിൻ്റെ കുമ്പസാരക്കൂടായത്? പാപബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സ്ഥലത്തെത്തിപ്പെടുന്ന ഓരോ മകനും മകളും ഏതെങ്കിലുമൊക്കെ വൈദികൻ്റെ അടുത്ത് കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ നീണ്ട നിര നിന്നുകൊണ്ട് കുമ്പസാരിക്കുവാനുള്ള വലിയൊരു പ്രചോദനം അമ്മയുടെ സാന്നിധ്യം അവിടെ നൽകുകയാണ്. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം, 100-ൽ പരം കുമ്പസാരക്കൂടുകൾ ഇങ്ങനെ വളരെ ഓർഡറായിട്ട് അടുക്കിയിട്ടിരിക്കുന്നതിൻ്റെ മുമ്പിൽ ആൾക്കാരുടെ നീണ്ട നിര ആൾക്കാരിങ്ങനെ കുമ്പസാരിക്കുവാനായിട്ട് നിൽക്കുക. കാരണം അവിടെ ആ മണ്ണിൽ വന്ന് കാലുകുത്തുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നൽകുകയാണ് ആഴമായൊരു പാപബോധവും അനുതാപവും. കുമ്പസാരിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ തങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട അമ്മ പറയുന്നത് പോലെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ കടന്നു ചെല്ലുന്ന ഓരോ മകനും മകളും രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ ഓരോ മക്കളെയും, ഓരോ മകനെയും, ഓരോ മകളെയും തൻ്റെ ദൈവപുത്രന്, തൻ്റെ തിരുപുത്രന് അനുയോജ്യരായ മക്കളാക്കി തീർക്കുകയാണ് എന്ന് നാം ഹൃദയത്തിൽ നാം മനസ്സിലാക്കണം. അതിനനുസരിച്ച് അമ്മ നൽകിയ സന്ദേശങ്ങൾ നമുക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടക്കുന്ന ഓരോ സ്ഥലങ്ങളിലും മാതൃസ്നേഹത്തിൻ്റെ വലിയൊരു അനുഭവം അവിടെ കടന്നു ചെല്ലുന്ന ഓരോ മക്കൾക്കും അമ്മ നൽകുന്നുണ്ട്. അതോടൊപ്പം എങ്ങനെയുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ, അമ്മ നൽകുന്ന സന്ദേശങ്ങൾ ലോകത്തിന് മുഴുവനും ഉള്ള സന്ദേശങ്ങളാണ്. പരിശുദ്ധ അമ്മ അനേക വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ട് മാതൃസ്നേഹത്തിൻ്റെ വലിയ നിറവ് നൽകുന്നതായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ അമ്മയുടെ ഒരു ദർശനം, തൻ്റെ മാതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതിന് ശേഷം കൊച്ചുത്രേസ്യ പുണ്യവതി ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വളരെ തളർന്ന ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിലാണ് തൻ്റെ റൂമിൽ വെച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപം ഒരു പുഞ്ചിരി തൂകുന്നതായിട്ടും അതിലൂടെ കൊച്ചുത്രേസ്യ പുണ്യവതി വലിയ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ടും നഷ്ടപ്പെട്ടു പോയ മാതൃസ്നേഹത്തിൻ്റെ വലിയ നിറവ് അവൾ സ്വീകരിച്ച് വീണ്ടും തിരുസഭയുടെ ആരാമത്തിലെ ഒരു കൊച്ചു വിശുദ്ധിയായിട്ട് മാറുന്നതുമൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നാം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കാതറിൻ ലബോറയുടെ ജീവിതത്തിലും അവളുടെ അമ്മ 9ാമത്തെ വയസ്സിൽ മരിച്ചു പോയതായിരുന്നു. ഇങ്ങനെ അമ്മ നഷ്ടപ്പെട്ട മാതൃസ്നേഹത്തിൻ്റെ കുറവ് അനുഭവിച്ചിരുന്ന കാതറിൻ ലബോറയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുകയാണ്. അവിടെ അമ്മ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ദിവസം ഉറങ്ങിക്കിടന്നിരുന്ന കാതറിൻ ലബോറയെ വിളിച്ചുണർത്തി ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് അമ്മ ആവശ്യപ്പെട്ടു. അങ്ങനെ ദേവാലയത്തിൽ കടന്നു വന്ന കാതറിൻ ലബോറയുടെ അരികത്ത് ഒരു ചെറിയ കസാരയിൽ അമ്മ ഇരുന്നിട്ട് അമ്മ ഒരു കാശുരൂപമാണ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരുന്ന തിരുസഭയെ വീണ്ടും ഒരു പുനർജന്മത്തിലേക്ക്, അല്ലെ അവിടെയുള്ള ജനങ്ങളെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ തക്ക രീതിയിൽ ഈ കാശുരൂപം ഉണ്ടാക്കുവാനും ഈ കാശുരൂപം വിതരണം ചെയ്യുവാനുമായിട്ടാണ് കാതറിൻ ലബോറയോട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധ മദർ തെരേസ എവിടെ പോയാലും കൊടുക്കുന്ന ഒരു കൊച്ചു കാശുരൂപമായിരുന്നു ഈ അമലോത്ഭവ മാതാവിൻ്റെ കാശുരൂപം എന്നത്.
അപ്പോൾ അമ്മ ഈ കാശുരൂപത്തിൽ ഇങ്ങനെയാണ് അമ്മ തന്നെ പ്രതിനിധീകരിക്കുന്നത്. ഒരു ഭൂഗോളത്തിൻ്റെ മുകളിൽ വിരിച്ച കരങ്ങളുമായിട്ട് ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധ അമ്മ. അമ്മയുടെ 2 കരങ്ങളിൽ നിന്നും പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. അമ്മ നിൽക്കുന്ന ഭൂഗോളത്തിന് മുകളിൽ സർപ്പത്തിൻ്റെ തലയെ ചവിട്ടിയാണ് അവൾ നിൽക്കുന്നത്. വീണ്ടും അമലോത്ഭവ മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ ചുറ്റിലും ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയിൽ അഭയം തേടുന്നവർക്കായി പ്രാർത്ഥിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയിൽ അഭയം തേടുന്നവർക്കായി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, ഈ അമ്മയിൽ അഭയം തേടുന്നവർക്കായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഈ കാശുരൂപത്തിൻ്റെ മറുപുറത്തായിട്ട് നമ്മൾ കാണുന്നത് 2 ഹൃദയങ്ങളാണ്. ഒരു ഹൃദയം വാളിനാൽ കുത്തി തുറക്കപ്പെട്ടതും മറ്റൊന്നിൽ മുൾമുടി ചുറ്റപ്പെട്ടതുമായ ഹൃദയങ്ങൾ. ഈ 2 ഹൃദയങ്ങളും തമ്മിൽ എം എന്ന ഒരക്ഷരത്താൽ ബന്ധിപ്പിച്ചിരിക്കുക. അതിന് മുകളിൽ ചെറിയൊരു കുരിശുരൂപവും അതിനു ചുറ്റും നമ്മൾ കാണുന്നത് 12 നക്ഷത്രങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ രക്ഷാകര ചരിത്രത്തിലുള്ള അമ്മയുടെ സാന്നിധ്യത്തെ വെളിവാക്കുന്ന ചിത്രമാണ് ഈ ഒരു കാശുരൂപത്തിന് മറുപുറത്ത് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഈ കാശുരൂപത്തിന് വലിയ സ്വാധീനം ഉണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധ മദർ തെരേസ എവിടെ പോയാലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാശുരൂപമായിരുന്നു ഈ അമലോത്ഭവ മാതാവിൻ്റെ കാശുരൂപം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഇങ്ങനെ ഓർത്തു പോവുകയാണ്. 1990കളിൽ ഞാൻ ബോംബെയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ 95-96 കാലഘട്ടത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നു. ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി വിശുദ്ധ കുർബാനയ്ക്ക് പോയി. സീറോ മലബാർ കുർബാന ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ ചാപ്പലിൽ ഒരു വൈദികൻ വന്ന് ചൊല്ലിത്തരുന്ന ദിവസമായിരുന്നു. അന്ന് അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞപ്പോൾ അന്നേ ദിവസം കുർബാന ചൊല്ലിയ വൈദികന് വെഞ്ചരിച്ച കുറച്ച് കാശുരൂപങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി. ഓരോ കാശുരൂപം നൽകി. അപ്പോൾ അന്ന് ഇതെന്താണെന്നോ ഒന്നും മനസ്സിലാകാതെ കിട്ടിയ കാശുരൂപം കഴുത്തിൽ കിടന്ന കൊന്തയിൽ ഞാൻ ഇട്ടു. അങ്ങനെ ഈ കാശുരൂപം ഇട്ട് നീണ്ട വർഷങ്ങൾ നടന്നു. അതിനുശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഒരു ചിന്ത എനിക്ക് കടന്നു വന്നത്. എന്തോ ദൈവം എന്നെ വിളിക്കുന്നുവെന്നും ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് എന്നെ വിളിക്കുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ എവിടെ നിന്നോ കടന്നു വന്നു. വലിയ ആന്തരിക സംഘർഷത്തിലൂടെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിക്കുവാനും നീണ്ട മണിക്കൂറുകൾ ജപമാല ചെല്ലുവാനുമൊക്കെ എനിക്ക് സാധിച്ചു. അപ്പോൾ അതിനൊക്കെ പ്രചോദനമായിട്ട് നിന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആ നാളുകളിൽ ഞാൻ വിശുദ്ധ മദർ തെരേസയുടെ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അപ്പോൾ മദർ തെരേസയുടെ പുസ്തകം വായിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു: മദർ തെരേസ തൻ്റെ ദൈവവിളി, അതായത് ലൊറേറ്റ കോൺവെൻറ്റിൽ നിന്നും വന്ന് പുതിയൊരു കോൺഗ്രിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മ ഇങ്ങനെ കടന്നുപോയി വലിയ ആന്തരിക സംഘർഷത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അമ്മ കയ്യിൽ മുറുകെ പിടിച്ച ഒരു ആയുധമുണ്ടായിരുന്നു, ജപമാല എന്ന്. അപ്പോൾ അക്കാലഘട്ടത്തിൽ ഈ ഒരു തീരുമാനത്തെ ഊട്ടിയുറപ്പിക്കുവാൻ മദർ തെരേസ ഒരു 5000-ൽ പരം ജപമാലകൾ ചൊല്ലിയതായിട്ട് ആ പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഇതേ ഒരു സംഘർഷത്തിലൂടെ ഞാനും കടന്നു പോവുകയാണല്ലോ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ മദർ തെരേസയെ പോലെ ഞാനും പ്രാർത്ഥിക്കാം. നാളുകളിൽ ഹോസ്റ്റലിൻ്റെ വരാന്തയിൽ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ജപമാല എടുത്ത് വരാന്തയിലൂടെ നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിലൂടെ അമ്മ എന്നെ കടത്തിവിട്ടു. പ്രിയമുള്ളവരെ, 1999 ഞാൻ MSMI സന്യാസിനി സമൂഹത്തിൽ ജോയിൻ ചെയ്തു. അതിന് പിന്നീടുള്ള ഫോർമേഷൻ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ജപമാലയിൽ ഈ കൊച്ചു കാശുരൂപം കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശീലന കാലഘട്ടമൊക്കെ പൂർത്തിയാക്കി വ്രതവാഗ്ദാനം കഴിഞ്ഞ് നീണ്ട വർഷങ്ങൾ ജീവിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുളത്തുവയിൽ NRC ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നു. അങ്ങനെ ഒരു ദിവസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം കാതറിൻ ലബോറയ്ക്കുണ്ടായ ഈ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം ഈ അത്ഭുത കാശുരൂപത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്വരം ഇങ്ങനെ കടന്നു വന്നു. ഒന്നും ചിന്തിക്കാതെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം പൊന്തി വന്നു: നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാശുരൂപം ഇട്ട്, നിൻ്റെ കഴുത്തിൽ ഈ കാശുരൂപം ഇട്ട് നിന്നെ സ്വന്തമാക്കിയത് നീ മറന്നുപോയോ മോളെ എന്ന്. പ്രിയമുള്ളവരെ,
പെട്ടെന്ന് പിന്നാമ്പുറങ്ങളിലേക്ക് എൻ്റെ മനസ്സ് കടന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു കാശുരൂപം എൻ്റെ കഴുത്തിലിട്ടുകൊണ്ട് MSMI സന്യാസിനി സമൂഹത്തിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ വഴി നടത്തിയ സംഭവത്തെക്കുറിച്ച് വലിയൊരു ബോധ്യം എനിക്ക് കിട്ടുകയാണ്. കാരണം ഇന്ന് വരെ കാണാതിരുന്ന, അല്ലെങ്കിൽ ഈ സന്യാസ വസ്ത്രത്തിൻ്റെ ഭാഗമായി ഈ ഒരു കാശുരൂപമുള്ള ഒരു സന്യാസിനി സമൂഹത്തെ കണ്ടിട്ടില്ലാത്ത ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ സന്യാസിനി സമൂഹത്തിന് അംഗമായി ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാൻ തക്ക രീതിയിൽ എനിക്ക് കൃപ ലഭിച്ചുവെങ്കിൽ അത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ അമ്മ ഇടപെട്ടതിൻ്റെ ഒരു വലിയ അടയാളമാണ് എന്ന്. ഇന്ന് ഈ കാശുരൂപവും ധരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഓർക്കണമേ, ഈ കാശുരൂപത്തിന് അത്ഭുത ശക്തിയുണ്ട്. ഈ കാശുരൂപത്തിന് വലിയ അത്ഭുത ശക്തിയുണ്ട്. അനേകരുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുവാനായിട്ട് ഇന്നോളം കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു വെച്ചു, ഈ കാശുരൂപം അനേകം തിന്മകളുടെ മേൽ വിജയം വരിക്കുവാൻ കൽപ്പുള്ള ഒരു ആയുധമാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കണമേ, അമ്മ നൽകുന്ന ഓരോ സന്ദേശവും, അമ്മ നൽകുന്ന ഓരോ അടയാളവും നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനും സമൂഹ ജീവിതത്തിനുമൊക്കെ ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാനുള്ള അടയാളങ്ങളാണ്. നമ്മെ ഓരോരുത്തരെയും ഒരു പടി കൂടി ദൈവിക സാന്നിധ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനുള്ള അടയാളങ്ങളാണ്. അല്ലെങ്കിൽ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള അടയാളങ്ങളാണ്. ഒരിക്കലും ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ചു പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടു. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അമ്മ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലും അമ്മ ഇടപെടുകയാണ്. അപ്പോൾ കാതറിൻ ലബോറയ്ക്ക് കൊടുത്ത ഒരു സന്ദേശം, അല്ലെങ്കിൽ കൊടുത്ത ഈ ഒരു കാശുരൂപം ഇന്ന് അനേകർക്ക് വഴികാട്ടിയായിട്ട് മാറുന്നുണ്ട്. അനേകരുടെ ജീവിതങ്ങളിൽ ഈ സന്ദേശങ്ങൾ വലിയ പരിവർത്തനങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജീവിക്കുന്നവനായ കർത്താവിൻ്റെ വലിയ സമ്മാനമായ പരിശുദ്ധ അമ്മ ഓടി നടന്നുകൊണ്ട് മക്കളായി നമ്മളെ സ്വർഗീയ തുറമുഖത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരനുഭവം നമുക്ക് സ്വന്തമാക്കാം. അതിനായിട്ട് ഈ നാളുകളിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ജപമാല കരങ്ങളിലെടുത്തുകൊണ്ട് ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ പറയുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും തിന്മയ്ക്കെതിരെ പോരാടുവാനും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കുവാനുമുള്ള വലിയ കൃപ, സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ. അതിനായി അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം തേടാം. ആമേൻ.